സഹോദരന്മാരെ, ഈ പറയുന്ന ഇഖ്ബാൽ മുഹമ്മദ് ജാലിയവാല എന്ന വ്യക്തി, അദ്ദേഹത്തെ കേരളത്തിലുള്ള ഒരു വിഭാഗം ആളുകള് അദ്ദേഹത്തെ കുത്തുബും വലിയും അതുപോലെ തന്നെ വലിയ ഷെയ്ഖും ഒക്കെ ആക്കി ചിത്രീകരിച്ചുകൊണ്ട് ഉള്ള ഒരു പ്രവർത്തനം, ഒരു ശൈലി സ്വീകരിച്ചപ്പോ അദ്ദേഹം ഒരു ചുക്കും അറിയാത്ത പടുജാഹിലാണ് എന്നുള്ളതിന് തെളിയിക്കാൻ വേണ്ടി അദ്ദേഹം സൂറത്തുൽ ഫാത്തിഹയുടെ പകുതി ഭാഗമെങ്കിൽ അത് അദ്ദേഹം തെറ്റില്ലാതെ ഓതിത്തരാൻ അദ്ദേഹത്തിന് സാധ്യമാണോ എങ്കിൽ എന്റെ 2 ഉള്ളം കൈയിൽ നിന്ന് ഞാൻ രോമം പറിച്ചു തരും എന്ന ഒരു വെല്ലുവിളി നടത്തിയപ്പോ, ഈ വെല്ലുവിളിക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ, അത് ആധികാരികമായിട്ട് ഗണ്ണിക്കാൻ സാധിക്കാതെ ചില സാധുക്കൾ സഹതാപം തോന്നിപ്പോയി. ചില ആളുകൾ ന്യായീകരിക്കുന്നത് കേൾക്കാൻ കഴിഞ്ഞു. ഹനഫി മദ്ഹബിൽ ഫാത്തിഹ പഠിക്കല് നിർബന്ധ ഇല്ല. ഹനഫി മദ്ഹബിൽ ഫാത്തിഹ നിർബന്ധാണോ ഇല്ല എന്നുള്ളതല്ല ഇവിടെ ചർച്ച. അപ്പൊ നോക്കണം, ഒരു മുറബിയായ ഷെയ്ഖ്, ഒരു ഷെയ്ഖും കുത്തുബും വലിയുമായി ചിത്രീകരിച്ച ഒരു മനുഷ്യന് ഫാത്തിഹ പോലും തെറ്റാതെ ഓതാൻ അറിയില്ല എന്നുള്ള എന്റെ വെല്ലുവിളിക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ വന്നപ്പോ അത് ന്യായീകരിക്കാൻ വേണ്ടി പറഞ്ഞ ഒരു വാക്കുകളാണ് ഫാത്തിഹ ഹനഫി മദ്ഹബില് കാണാതെ പഠിച്ചിരിക്കൽ നിർബന്ധം ഇല്ല. കാണാതെ പഠിച്ചിരിക്കൽ നിർബന്ധം, തെറ്റാതെ ഓതാൻ പറ്റുമെന്നായിരുന്നു ഞാൻ ചോദിച്ചത്. ഇരിക്കട്ടെ, അത്തരം ആളുകൾക്ക് ഇതാ ഒരു പുതിയ ഓഫർ ഞാൻ നൽകുന്നു. കുറിച്ചു വെച്ചോ. ജാലിയവാല വെള്ളം കുടിക്കുന്ന മുഴുവൻ ആളുകളോടും, ആൺകുട്ടികളുണ്ടെങ്കിൽ ഈ വെല്ലുവിളി സ്വീകരിച്ചോ. ഈ പറയുന്ന ഇഖ്ബാൽ മുഹമ്മദ് ജാലിയവാലക്ക് പരിശുദ്ധ ഖുർആൻ നിവർത്തി വെച്ചു കൊടുത്തിട്ട് അദ്ദേഹം ഫാത്തിഹ സൂറത്തിന്റെ പകുതി ഭാഗം തെറ്റാതെ ഓതിയാൽ നിങ്ങൾ പറയുന്ന പണി ഞാൻ എടുക്കും. കുറിച്ചു വെച്ചോ. ഈ പറയുന്ന ഇഖ്ബാൽ മുഹമ്മദ് ജാലിയവാല അദ്ദേഹം സൂറത്തുൽ ഫാത്തിഹ പരിശുദ്ധ ഖുർആൻ നോക്കിയിട്ട്, ഇതുവരെ കാണേണ്ടവർ നോക്കിയിട്ട് അദ്ദേഹം തെറ്റാതെ പകുതി ഓതിയാൽ നിങ്ങൾ പറയുന്ന പണി ഞാൻ എടുക്കും. ഉണ്ടോ? ആൺകുട്ടികളുടെ വാ. എന്നിട്ട് ബാക്കി പറയാം, ആരാണ് ഷെയ്ഖ്, ആരാണ് കുത്തുബ്, ആരാണ് വലിയ.